ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഉല്ലാസ് എന്നോട് ചോദിക്കുക നിത്യ ആരാണെന്ന്. ഞാൻ എന്താ പറയണ്ടേ? അമ്മവൻ ഞാൻ എഴുതിയ കവിതകൾ മുഴുവൻ വായിച്ചിട്ടുള്ളത് ഒരേ ഒരാള്, എന്റെ സുഹൃത്ത് നിത്യ. ആരാധിക ആള് തന്നെയാണ്. അങ്ങനെ പറ. അല്ല സാറേ, ഇത് അച്ചടിക്കാൻ കൊള്ളാവുന്നേ. എങ്കിൽ സാറ് അച്ചടിച്ചോ? ഏതാ? പിന്നല്ലാതെ. എന്തു പറയുന്നു ഹരി? വായനയിലേക്കൊക്കെ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്റേത് ഒരു ചെറിയ സ്ഥാപനമാണ്. പക്ഷേ എത്തിക്കാൻ സാധിക്കുന്നിടത്തെല്ലാം ഞാനത് എത്തിക്കും. അതാണ് എന്റെ വാക്ക്. ഹരി ഓക്കെ ആണെങ്കിൽ ഹരിയുടെ ആരാധികയുടെ ആവശ്യം നമുക്ക് സാധിച്ചാലോ? വരട്ടെ. എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. എന്നോടാണാ? എനിക്ക് ഓക്കെയാണ്. അമ്മാവനോടല്ല. അല്ലേ? പിന്നെ ഈ പറയുന്ന ആളെ എനിക്ക് അറിയാവുന്നതാ. നമ്മുടെ വീടിന്റെ താഴെ താമസിക്കുന്ന ആളാ. ഓ, അത് ശരി. ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട. രണ്ടുപേരും നല്ല അടുപ്പവാ. അതും നമ്മുടെ കൊച്ചു തന്നെയാ. അപ്പോ കൈമാറിയ പ്രണയലേഖനങ്ങളാണ് ആരാധികയുടെ സ്വത്തല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എഴുതുന്നത് അവക്ക് വേണ്ടിട്ടാ. ഓ, അത് ശരി. നിത്യ, നിത്യ, ഒന്നിങ്ങി വരുമോ? വീട്ടിലൊരാള് വന്നിരിപ്പുണ്ട്. പേര് ഉല്ലാസ് നെയ്യാറ്റിങ്കര. അയാള് വന്നിരിക്കുന്നതേ എന്റെ കുറച്ച് കവിതകൾ പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് എന്റെ ഒരു ആരാധിക അയച്ചു കൊടുത്തെന്നാ പറഞ്ഞത്. അതെന്തിനാ എന്നോട് പോലും ചോദിക്കാതെ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? അത് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചെയ്തു പോയത് തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്. അയാള് പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടിപ്പോയി. അന്ന് പോവാൻ തീരുമാനിച്ചതല്ല ഞാൻ. അതിന്റെ ഇടയില് ഇതൊന്നും ബാക്കിയാവണ്ടെന്ന് കരുതി. ആ കവിതകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാ ഒന്ന് ട്രൈ ചെയ്തത്. എന്നെ കബളിപ്പിച്ച് കൂടെ കൊണ്ടുപോവാൻ ഒരാളെ കാത്തിരിക്കായിരുന്നല്ലോ. അപ്പൊ കരുതി എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതറിയണം. അതിന്റെ പേരില് അത് എഴുതിയ ആള് ആദരിക്കപ്പെട്ടത് കേൾക്കാൻ പറ്റണം എന്നൊക്കെ. ആരാധകർക്ക് അങ്ങനെ ചില അവകാശങ്ങളുണ്ടല്ലോ. അതിന് വേറെ ആരുമില്ലല്ലോ ആരാധികമാരായിട്ട്. അയാളോട് എന്താ മറുപടി പറഞ്ഞത്? എനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് കണക്ക് പറയാനുണ്ടാവും എന്നോട്. ഒന്ന് അകന്നതല്ലേ? മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാല് അതിന്റെയൊക്കെ കണക്കുകളും മനസ്സിലുണ്ടാവുമല്ലോ.
എന്റെ കുറെ അക്ഷരങ്ങളെടുത്ത് കൂട്ടിവെക്കുക, എന്നിട്ട് അതിനെ കവിത എന്ന് വിളിക്കുക, അതിനെ സ്നേഹിക്കുക, അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുക, അതൊരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുക. അതിനൊക്കെ ഞാനൊരല്പം ഭാഗ്യം ചെയ്തവനാണെന്ന് കൂട്ടിയാൽ മതി. ഉല്ലാസ് പോയിട്ടില്ല. അയാൾ എൻ്റെ ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുക. സമ്മതിച്ചൂടെ? എനിക്ക് വേണ്ടി? അല്ല, കവിതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി. കവിതകളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കാനും പറ്റില്ല. ഞാൻ അയാളോട് സമ്മതം പറയാൻ പോവാ. താങ്ക്സ്. അതെ, കവി അറിയപ്പെടും, പക്ഷെ ആരാധികയോ? അറിയപ്പെടണ്ട. ആരാധന വല്ലാത്തൊരു സുഖ. അത് തന്നെ ധാരാളം. അതെ, ഉല്ലാസ് എന്നോട് ചോദിക്കുക നിത്യ ആരാണെന്ന്. ഞാൻ എന്താ പറയണ്ടേ? ആരാധിക. എന്തായി അഡ്വക്കേറ്റിന്റെ കാര്യം? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാമമൂർത്തി പ്രസിദ്ധന. പണം അറേഞ്ച് ചെയ്യാൻ ജീവൻ പറഞ്ഞ രണ്ടുപേരെയും പോയി കണ്ടു. ഒരാള് പണം തന്നു, മറ്റൊരാള് നെക്സ്റ്റ് വീക്ക് തരാന്ന് പറഞ്ഞു. വീണ, എന്നെ ശിക്ഷിക്കോ ശിക്ഷിക്കാതിരിക്കോ ചെയ്യട്ടെ, എനിക്ക് ജാമ്യം കിട്ടണം. 1-2 ദിവസമായാലും കുഴപ്പമില്ല. അതിനുള്ളിൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കും. കൊല്ലാനുള്ളവരൊക്കെ ഞാൻ കൊന്നിരിക്കും.